ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് തൽക്കാലം സുമൻ എന്ന് ഞാൻ എഴുതുന്നു. എനിക്കിപ്പോൾ 27 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. മാഡം, അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോനാണ് ഞാൻ. വളരെ സ്ട്രിക്റ്റായിട്ടാണ് അവരെന്നെ വളർത്തിയത്. പല കാര്യങ്ങളും അവർ എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പൊസിഷനിലെത്തിയത്. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നല്ല സാലറി ഉണ്ട് എനിക്ക്. അവരുടെ ആഗ്രഹങ്ങൾക്കൊത്താണ് ഞാൻ ജീവിച്ചത്. അല്ലാതെ ഇതുവരെയും എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാനൊരു വിലയും കൽപ്പിച്ചിട്ടില്ല. എൻ്റെ മോഹങ്ങളും ദാഹങ്ങളും ഒന്നും ഞാൻ ഒരിടത്തും പ്രകടിപ്പിച്ചിട്ടുമില്ല. ഇൻ്റർനെറ്റിൽ പോലും തിരഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരിക്കും, അവൾ വരും. ആ സമയത്ത് നീ നല്ലൊരു ഭർത്താവായിരുന്നാൽ മതി. ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു സുന്ദരി കുട്ടിയെ കണ്ടുപിടിച്ച് തരും എന്ന് പറയും. അങ്ങനെ അവരുടെ ലാളനയിൽ ഞാൻ ഇത്രയും മുതിർന്നതുവരെ വളർന്നു വന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ അച്ഛന് ഞങ്ങളുടെ വീട്ടിൽ വലിയ വോയിസ് ഒന്നുമില്ല. അമ്മയാണ് എല്ലാം തീരുമാനിക്കുക. അമ്മയൊന്ന് ഒച്ച ഉയർത്തി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും സൈലൻ്റ് ആകും. എനിക്കും അമ്മയെക്കുറിച്ച് പേടിയൊക്കെ ഉണ്ട്. അമ്മയാണ് എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവരാണ് ഈ ആലോചന കൊണ്ടുവന്നത്. നല്ല സമ്പത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയാണ്. അവരുടെ അച്ഛനൊക്കെ പണ്ട് തൊട്ട് ബിസിനസ്സാണ്. പെൺകുട്ടിയെ കാണാൻ അതീവ സുന്ദരിയാണ്. വളരെ മോഡേണായി തോന്നിക്കുന്ന ഒരു പെൺകുട്ടി. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അമ്മയും അച്ഛനും പറഞ്ഞു, നിനക്ക് പറ്റിയൊരു സുന്ദരി കുട്ടിയാണ്. എന്തുകൊണ്ടും നമ്മുടെ ഭാഗ്യമാണ് ബന്ധം. ഇത്രയും വലിയ വീട്ടിൽ നിന്നും ഒരു ബന്ധം നിനക്കുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. എൻ്റെ മോൻ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയെ നേരിൽ കണ്ടപ്പോഴും എനിക്ക് വളരെയധികം ഇഷ്ടമായി മാഡം. ഒരു സിനിമാ നടിയെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. പല സ്വപ്നങ്ങളും ഞാൻ നെയ്തുകൂട്ടി. പക്ഷേ അമ്മ പറഞ്ഞു, എടാ, ഇങ്ങനെയൊക്കെ വലിയ സെറ്റപ്പിൽ വളർന്നെങ്കിലും അവളില്ലേ ഒരു നാട്ടുപുറത്തുകാരുടെ സ്വഭാവമാണ്. അതെന്താ അമ്മ അങ്ങനെ? അവൾ അധികമൊന്നും സംസാരിക്കില്ല. ഇനി നീ കല്യാണം കഴിച്ചിട്ട് വേണം അവളെ നമ്മുടെ രീതിക്ക് ആക്കിയെടുക്കാൻ. ഞാൻ പെൺകുട്ടിയെ 2-3 വട്ടം വിളിച്ചായിരുന്നു. ഏതാനും വാചകങ്ങൾ പറഞ്ഞ ശേഷം അവൾ അങ്ങ് വെക്കുകയും ചെയ്തു. എന്നെ ഇഷ്ടമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണ്, ഞാനങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല എന്ന് പറയുകയും ചെയ്തു. അത് ശരിയായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ. എൻ്റെ അമ്മ ഇവിടെ കിടന്ന് താണ്ഡവമാടുന്ന പോലെ എല്ലാ പെൺകുട്ടികളും വാങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ. അങ്ങനെ അധികം ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണ സമയത്തൊക്കെ അവൾ പുഞ്ചിരി തൂകി അധികമൊന്നും സംസാരിക്കാതെ നിന്നു മാഡം. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, ഇന്ന് എനിക്ക് ക്ഷീണമാണെന്ന്. അപ്പോൾ നാളെയാകാമെന്നല്ലേ അർത്ഥം. അതുകൊണ്ട് ഞാനും സ്നേഹപ്രകടനങ്ങൾക്കൊന്നും മുതിർന്നില്ല. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവൾ കുളിച്ചൊരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളുടെ കൈയെടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് പല കാര്യങ്ങളും ചോദിക്കാനൊക്കെ തുടങ്ങി. ആദ്യമൊക്കെ അവളതിന് മറുപടി പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഞാൻ ചോദിച്ചു, എന്നെ എന്താ ഇഷ്ടമല്ലേന്ന്. അപ്പോൾ അവൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവൾക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി ചേർന്നിരുന്നു. പക്ഷേ അവൾ പിന്നെയും മാറിയിരുന്നു. അവസാനം എനിക്ക് ക്ഷമ കെട്ട് കഴിഞ്ഞപ്പോൾ, എന്താ നിൻ്റെ പ്രശ്നം? നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, ദയവേത് ഒച്ചയുണ്ടാക്കരുത്. തൽക്കാലം ഈ കാര്യങ്ങൾക്കൊന്നും സഹകരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. ആദ്യമൊന്നും അവൾ ഒന്നും പറഞ്ഞില്ല. പിന്നീട് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ വീട്ടിൽ 2-3 വർഷമായിട്ട് ഒരു ഡ്രൈവറുണ്ട്. ആ ഡ്രൈവർ സുന്ദരനാണ്. അവൾ ഫോട്ടോയിൽ കാണിക്കുകയും ചെയ്തു. ശരിയാണ്, ജിമ്മിലൊക്കെ പോയി വലിയ രീതിയിൽ സമ്പന്നനെ പോലെ നടക്കുന്ന ഒരു ഡ്രൈവർ. പക്ഷേ അവൻ പാവപ്പെട്ട വീട്ടിലേതാണ്. ഇവളും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവൻ്റെ സൗന്ദര്യത്തിൽ അങ്ങ് മയങ്ങി. ഇവളാണ് അവനെ ട്യൂൺ ചെയ്തത്. അങ്ങനെ വീട്ടിൽ എല്ലാവരും തിരക്കാകുന്ന സമയത്ത് പലപ്പോഴും അവനെ കല്യാണം കഴിക്കാം എന്നുള്ള മോഹത്തിൽ ഇവൾ വിളിച്ച് മുറിയിലേക്ക് കയറ്റി. അവനാണെങ്കിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ സ്നേഹം നിരസിക്കുമോ? കിട്ടിയ തക്കത്തിന് അവനും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ തുടങ്ങി. അവന് കിട്ടിയ ഒരു ദേവതയായിരുന്നു അവൾ. അവളാണെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ നോക്കി പല കാര്യങ്ങളും പഠിച്ചു വെച്ചിരുന്നു. സുന്ദരനായ ഒരു പുരുഷൻ അവൾക്ക് വേണ്ടി എന്തെല്ലാം അജണ്ടകൾ പുറത്തെടുക്കുമെന്ന് അറിയാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവളുടെ അച്ഛൻ അത് കണ്ടുപിടിക്കുകയും അവനെ പുറത്താക്കുകയും ചെയ്തത്.
പെട്ടെന്ന് ഇവളുടെ സ്നേഹം മുറിഞ്ഞു പോയല്ലോ. സ്നേഹം മാത്രമല്ല, അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പലതും നഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ പെട്ടെന്ന് വയലൻ്റായി ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്തു. രാഖി രാമാനം ആ ഡ്രൈവറെ അവിടെ നിന്ന് എവിടേക്ക് കടത്തുകയും ചെയ്തു. അവന് പാരിതോഷികവും കൊടുത്തിട്ടാണ് അവർ വിട്ടത്. അതുകൊണ്ട് അവൻ പിന്നീട് ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ നിന്നില്ല, ഇവളുടെ അടുത്തേക്ക് വന്നതുമില്ല. അങ്ങനെ ഇവൾക്ക് മാനസികമായുള്ള ഡിപ്രഷനും മറ്റുമായിരുന്നു കുറേ കാലം. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഏകദേശം ശരിയായി വരുന്ന ഒരവസ്ഥയിലാണ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചത്. വീട്ടുകാർ പലതരത്തിലുമുള്ള ഭീഷണി മുഴക്കിയിരുന്നു. അതുമാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരുന്നു. ഞാൻ പെണ്ണ് കാണാൻ ചെന്നതിന് ശേഷം എൻ്റെ അമ്മയോട് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല, എൻ്റെ മോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ മതി, പതുക്കെ എല്ലാം ശരിയായിക്കോളൂന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലം മറ്റൊരു പുരുഷൻ മനസ്സിലില്ലെന്ന്. അപ്പോൾ എൻ്റെ അമ്മയാണ് പറഞ്ഞത്, അതൊന്നും സാരമില്ല, അവന് പ്രേമമോ ഇത്തരം വിഷയങ്ങളിലോ ഒന്നും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ്. മോള് എപ്പോൾ പറയുന്നു അപ്പോൾ മാത്രമേ അവൻ തയ്യാറാകുകയുള്ളൂ. ആദ്യ ദിവസം തന്നെ അങ്ങ് പറഞ്ഞാൽ മതി, എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന്. അപ്പോൾ പിന്നെ അവൻ അടങ്ങിയിരുന്നോളും. അവൻ ഞാൻ പറയുന്നതിനപ്പുറം എങ്ങും പോകില്ല. ഒരു കല്യാണം അത് നല്ല വീട്ടിൽ നിന്ന് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. മോളെ, നമുക്ക് ജീവിക്കാൻ സാമ്പത്തികം വേണം, മോൾക്കാണെങ്കിലും അതല്ലേ വേണ്ടത്. അപ്പോൾ വീട്ടുകാരോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ? അതുകൊണ്ട് ഇതിന് അഡ്ജസ്റ്റ്മെൻറ്റ് കല്യാണമായിട്ട് മോളങ്ങ് വിചാരിച്ചാൽ മതി. ആദ്യത്തെ ദിവസം അവനോട് എല്ലാം അങ്ങ് തുറന്നു പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി തരാം. എന്തെങ്കിലും കാര്യങ്ങൾ അവനിൽ നിന്നുണ്ടാകുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവനെ ഞാൻ അടക്കി നിർത്തിക്കോളാം. പിന്നീട് മോൾക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് അവനോട് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ അമ്മ ഇത്രയും സ്നേഹമൊക്കെ കാണിച്ചിട്ട്, ഇത്രയും സ്ട്രിക്ട്നെസ് കാണിച്ചിട്ട്, ഈ പെൺകുട്ടിയുടെ മനസ്സറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്നെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് പണവും മറ്റു കാര്യങ്ങളുമാണ് നോട്ടം. നിങ്ങളെ എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛൻ്റെ പണത്തിലേക്ക് അടുപ്പിക്കുക, അതാണ് ലക്ഷ്യം. എന്നെ പറഞ്ഞവർ മയക്കി. പിന്നെ ഞാനും ഓർത്തു, നിങ്ങളുടെ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങളുടെ അമ്മ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ എനിക്കും ഇവിടെ ഭാര്യയായിട്ട് കഴിയാം. എൻ്റെ വീട്ടുകാരുടെ തലവേദന ഒഴിഞ്ഞു കിട്ടും. എനിക്ക് തൽക്കാലം മറ്റൊരു പുരുഷനെ സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അമ്മയോട് കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങൾ വേറെ മാറിക്കിടക്കണം. ഇവിടെ കട്ടിൽ 2 എണ്ണം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളുടെ ഒരു കാര്യത്തിൽ സഹകരിക്കാൻ പറ്റില്ല എന്നെൻ്റെ ഭാര്യ അന്ന് പറഞ്ഞു. മാഡം, എൻ്റെ മനക്കോട്ടകളെല്ലാം തകരുകയായിരുന്നു. അമ്മയോടും അച്ഛനോടും ഞാൻ എങ്ങനെയാണിത് പറയുക, എങ്ങനെയാണ് ചോദിക്കുക? എനിക്ക് അത് ചോദിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണല്ലോ എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. അമ്മയാണെങ്കിൽ ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ എന്നോട് നല്ല രീതിയിൽ സ്നേഹത്തിൽ പെരുമാറി എനിക്ക് വേണ്ടി ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കി തന്നു. അതേപോലെ നിർബന്ധിച്ച് അവളെയും ഊട്ടി. ഭയങ്കര സ്നേഹമാണ്. എൻ്റെ ഭാര്യ ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ഉല്ലാസവതിയാണ്. അമ്മയുമായിട്ടാണ് അവളുടെ ഏറ്റവും വലിയ കൂട്ട്. അമ്മയാണെങ്കിൽ സർവത്ര സപ്പോർട്ടാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ എന്നോട് നന്നായിട്ടൊക്കെ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കും. റൂമിൽ വന്ന ശേഷം എന്തെങ്കിലും 1-2 വാക്കുകൾ പറയും. അത് കഴിഞ്ഞ ശേഷം ഒന്നുകിൽ ഫോണിൽ കുത്തും, പിന്നെ കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ആപ്പിളിൻ്റെ മാക്ബുക്ക് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അതാണ് അവളുടെ മെയിൻ പരിപാടി. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കമിടുമ്പോൾ അവൾ ആദ്യമേ പറയും, നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും വരണ്ട, എനിക്ക് യാതൊരു താല്പര്യമില്ല, ഇപ്പോഴെങ്ങും എൻ്റെ മനസ്സ് മാറില്ല എന്നും. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ മനസ്സിൽ ആരാണ്? മറ്റേ ഡ്രൈവറാണോ? ഒരു കാര്യം ചെയ്യ്, നീ അവൻ്റെ കൂടെ അങ്ങ് ഒളിച്ചോടിപ്പോ, എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് അയാളെ കല്യാണം കഴിക്കണമെന്നൊന്നും താല്പര്യമില്ല, പക്ഷേ അയാൾ എനിക്ക് നല്ലൊരു പാർട്ട്ണറായിരുന്നു. അയാളുടെ സാമീപ്യം സ്നേഹത്തെക്കാളുപരി മറ്റു പല കാര്യങ്ങളും എനിക്ക് പകർന്നു നൽകിയിരുന്നു. അതൊക്കെയാണ് എന്നെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നത്. എനിക്ക് അയാളുടെ സാമീപ്യം വേണം. അയാൾ വന്നെങ്കിൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കൂ. അതിന് പകരം നിങ്ങൾ എത്ര അധ്വാനിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു തരി പോലും ഇഷ്ടം തോന്നില്ലെന്ന് അവൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇവളോ ഒന്നിനും സഹകരിക്കുന്നില്ല. ഞാൻ എൻ്റെ റൂമിലെ പ്രൈവസിയിലിരുന്ന് എൻ്റേതായ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കൈകൾ പോലും ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായി. ഇവളുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലും ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. നിശ്ചലം. എൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല ഫ്രസ്ട്രേഷനായി. ഒരു ദിവസം അമ്മ എന്നോട് ചോദിച്ചു, എന്താടാ, എങ്ങനെ പോകുന്നുണ്ട് നിൻ്റെ ജീവിതമൊക്കെ? 2 പേരും കൂടെ കറങ്ങാനൊക്കെ പോകുന്നുണ്ടല്ലോ. പിന്നെ അവൾക്ക് എന്തെങ്കിലും ഇത്തിരി കുഴപ്പമോ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, വലിയ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് അമ്മയോട് പൊട്ടിത്തെറിച്ചു. അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നിട്ടല്ലേ ഈ കാര്യത്തിന് കൂട്ടുന്നത്? അമ്മയ്ക്ക് എന്തിന് കേടായിരുന്നു? ഇതാണോ ഒരാളുടെ ഭാര്യ? ഭാര്യ എങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നീ ദേഷ്യപ്പെടണ്ട, നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും സമ്പന്നതയുള്ളൊരു വീട്ടിൽ നിന്ന് നിനക്ക് എവിടെ നിന്ന് ഒരു വിവാഹം ഉണ്ടാകാനാ? ഒരിക്കലും ഉണ്ടാകില്ല. നിനക്ക് കിട്ടിയ തുക നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനിയും കൊട്ടക്കണക്കിനാണ് പണം നിനക്ക് വരാൻ പോകുന്നത്. നിന്റെ പേരിൽ തന്നെ ഇപ്പോൾ 2 ഫ്ലാറ്റുകൾ പുള്ളി വാങ്ങാൻ പോവുകയാണ്. അവളുടെ അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ, നീ പതുക്കെ പതുക്കെ നിന്റെ പേരിലുള്ള സ്വത്ത് കൊണ്ട് തന്നെ സമ്പന്നനായി മാറും. അവൾ ഇവിടെങ്ങാണ് വരുന്നോട്ടെ, അവൾ സ്വസ്ഥമായിട്ട് നടന്നോട്ടെ. അമ്മേ, എൻ്റെ ഭാര്യയിൽ നിന്ന് എനിക്കൊരു സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അവളുടെ സ്നേഹമോ അവളുടെ മറ്റു കാര്യങ്ങളോ നീ ശ്രദ്ധിക്കേ വേണ്ട. നിന്റെ കയ്യിൽ ഉടനെ തന്നെ നല്ലൊരു തുക അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യും. നീ അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകൂ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ ചെക്ക, ഇവിടെ നടന്നില്ലെങ്കിൽ വേറെ എത്ര ഓപ്ഷനുണ്ട്. എടാ, നിന്നെ ഞാൻ വളരെ നിയന്ത്രിച്ച് വളർത്തിയത് നിനക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്രേമവും പെണ്ണും മണ്ണാങ്കട്ടി ഒന്നും വേണ്ടാന്ന് എന്ന് വെച്ചിട്ട് നീ വില്ലനാണെന്ന് എനിക്കറിയാം. ഞാൻ അറിയാതെ തന്നെ ഒരു പുരുഷൻ്റെ എല്ലാ തരികിട സ്വഭാവവും നിനക്കുണ്ടെന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിയായിരുന്നു. നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം. പക്ഷേ നിന്റെ ജോലിയേക്കാൾ കൂടുതലും ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞത്, എത്ര തുക വേണമെങ്കിലും മുടക്കാം, എത്ര വേണമെങ്കിലും തരാം, പക്ഷേ മകളുടെ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, നാണക്കേട് ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്താണ്, അവൾ ഭാര്യയായിട്ട് ഇവിടെ ഇരുന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമുക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിലും പണത്തിലുമായിരുന്നു എൻ്റെ നോട്ടം. ജീവിതം സെറ്റിലാകണം, അല്ലാതെ അവളെ മാത്രം ചുമന്നുകൊണ്ട് നീ എത്ര കാലം ജീവിക്കും? കല്യാണം കഴിച്ച് ഒരു 2 വർഷം, അപ്പോൾ ചിലപ്പോൾ താല്പര്യം കാണും. അത് കഴിഞ്ഞൊരു കുട്ടിയായ ശേഷം പുരുഷന്മാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, മറ്റു പെണ്ണുങ്ങളുടെ പുറകെ പോകും. അമ്മ പറഞ്ഞു വരുന്നത് എന്താ? ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പണമാണ് ഏറ്റവും വലുത്. അത് അവളിൽ നിന്ന് കിട്ടും. അവൾ അതിൻ്റെ ഉറവിടമാണ്. തൽക്കാലം നീ നല്ലൊരു ഭർത്താവായിട്ട് ആക്ട് ചെയ്യുക. നിനക്ക് ഇഷ്ടം പോലെ സ്വത്ത് ഇനിയും കൈവരും. അവളും ഇവിടെ നിന്നും പോകില്ല. നീ അവളെ ഇറിറ്റേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അവൾ നമ്മുടെ ഐശ്വര്യത്തിൻ്റെ അസ്ഥിവാരമാണെന്ന് വിചാരിക്കുക. അല്ലാതെ അവളുടെ കൊഞ്ചലും കുഴച്ചിലും സ്നേഹമൊന്നും നിനക്ക് വേണ്ട. അതുമാത്രമല്ല, ഏതോ ഡ്രൈവർ കയറി മേഞ്ഞ കിണറും കുഴിയും കുളവും തോടുമൊന്നും നിനക്ക് വേണ്ട പോനെ. അതൊക്കെ അവൾ തന്നെ അവളെങ്ങാണ് മാനേജ് ചെയ്തോട്ടെ. അവളുടെ ഇഷ്ടം പോലെ അവളൂടെ ജീവിച്ചോട്ടെ. അവളെ ഇറിറ്റേറ്റ് ചെയ്യാതെ പോകുക. അപ്പോൾ അമ്മ, എൻ്റെ ജീവിതം അതല്ലേടാ പറഞ്ഞു വന്നത്. കണക്കറ്റ സ്വത്താണ് നിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. നിനക്ക് അതുകൊണ്ട് ഇവൾ ഇവിടെ ഭാര്യയായിട്ടിരുന്നോട്ടെ. അവൾക്കും ഒരു ഭർത്താവിന് വേണം, അത്രയേ ഉള്ളൂ. നിനക്ക് പോയി എൻജോയ് ചെയ്യലോ, തായ്ലാൻഡിലോ ഇന്തോനേഷ്യയിലോ നീ എവിടെയും പോ. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിലും നിനക്കിഷ്ടപ്പെട്ട ഒന്നിലധികം ആളുകളുടെ കൂടെ, അതും ഹൈ ക്ലാസ് ആളുകളെ തപ്പിപ്പിടിച്ച് പോകാനും അതിന് ചിലവാക്കാനുമുള്ള പണം നിനക്കുണ്ട്. നീ ഇപ്പോൾ സെറ്റിലായി. ഇനിയിപ്പോൾ അമ്മ, നീ എങ്ങനെ പോകുന്നു, എന്തിനു പോകുന്നു, എന്താസ്വദിക്കുന്നുവെന്ന് ഒരിക്കലും ചോദിക്കില്ല. നീ ഇനി ജീവിതം എൻജോയ് ചെയ്യും മോനെ. നിനക്ക് അതിന് വേണ്ടിയിട്ടുള്ള വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വന്നിരിക്കുന്നത്. അമ്മേ, അതേടാ, എല്ലാ സ്ത്രീകളും എന്താ പറയുക മക്കളോട്? നല്ലൊരു കുടുംബം ഉണ്ടാക്കണം, സദാചാരപരമായി അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന്. ഇവിടെ നിന്നോട് ഞാനത് പറയുന്നില്ല. നീ ഭർത്താവായിട്ട് ആക്ട് ചെയ്താൽ മതി. പുറമെ നോക്കുമ്പോൾ എല്ലാം ശാന്തമായിരിക്കണം. നീ നിൻ്റെ ഇഷ്ടത്തിന് അടിച്ചു പൊളിക്ക്. ജീവിതത്തിൽ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യേ. ഇവളേക്കാൾ സുന്ദരികളായ പല പെൺകുട്ടികളും നിൻ്റെ മുന്നിൽ വരും. നിൻ്റെ പണത്തിൽ നിനക്ക് എന്തു ആസ്വദിക്കാം. നീ ജീവിതം എൻജോയ് ചെയ്യേ, അർമാദിക്ക്. അല്ലാതെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞ് ഇവിടെ ഇരിക്കരുത്. പക്ഷെ ശ്രദ്ധിക്കുക, പ്രേമത്തിലും കുഴപ്പങ്ങളിലും ഒന്നും പോയി വീഴരുത്. എല്ലാം പറഞ്ഞുറപ്പിച്ച് ക്യാഷൊക്കെ കൊടുത്ത് എല്ലാം വളരെ നീറ്റും പ്രൊഫഷണലുമായിരിക്കണം. അപ്പോൾ നിനക്ക് ജീവിതം ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അമ്മയുടെ ഐഡിയ കേട്ട് ഞാൻ വാ പൊളിച്ചു പോയി. അമ്മ എന്നെ ആശ്വസിപ്പിച്ചു. എടാ, ഉർവശി ശാപം ഉപകാരം എന്ന് വിചാരിച്ചു. ഇവളെ കിട്ടിയത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉപകാരമാണ്. അമ്മേ, അവൾ പറഞ്ഞത് ആ ഡ്രൈവർ വന്നെങ്കിലേ അവൾക്ക് ഓക്കെ ആകുള്ളൂ എന്നാണ്. എടാ, അവൾക്ക് ഡ്രൈവറോ പൈലറ്റോ ആനപ്പാപ്പാനോ ആരെങ്കിലും വരട്ടെ, അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഓക്കെ ആ ചെക്കനെ കണ്ടുപിടിച്ചിട്ട് ഇടയ്ക്ക് പോയിട്ട് വരാൻ നീ അവളോടങ്ങ് പറ. നീ സ്വാതന്ത്ര്യം കൊടുക്കുന്നതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും സന്തോഷമാകും. അവൾ പാറി പറക്കട്ടെ, നീ ഇപ്പുറത്ത് പാറി പറക്കുക. ഇതൊന്നും അവരുടെ വീട്ടുകാർ അറിയരുത്. നിങ്ങൾ മാതൃകപരമായിട്ട് ജീവിക്കുക. അമ്മേ, ഇങ്ങനെ എത്ര കാലം ജീവിക്കും? അതൊക്കെ നമുക്ക് 2-3 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാടാ.
തൽക്കാലം നമുക്ക് എല്ലാം വന്നു ചേരണം. അതിനു വേണ്ടിയിട്ട് അവളെയും നീ പറത്തി വിടുക, നീയും എൻജോയ് ചെയ്യുക എന്ന് അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചു, ശരിക്കും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമെന്ന് പറഞ്ഞത് വലിയൊരു ലാഭമല്ലേ? എനിക്ക് എവിടെയും പോകാം, എങ്ങനെയും ആകാം. അത് വല്ലാത്തൊരവസ്ഥ തന്നെ. പിന്നീട് ഡ്രൈവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ അവനെ പോയി ഇടയ്ക്ക് കാണ്. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ നിൻ്റെ അച്ഛൻ വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവൾ പറഞ്ഞു. എനിക്കിനി ഒളിച്ചോടുകയും കല്യാണം കഴിക്കുകയൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അയാളെ ഞാൻ ഇടയ്ക്കിടെ പോയി കണ്ടോട്ടെ എന്ന്. നിനക്ക് അയാൾ എവിടെ ഉണ്ടെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടുപിടിക്കാൻ പോകുക എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടു കൂടി ഇടയ്ക്ക് കാറൊക്കെ എടുത്തുകൊണ്ട് വെളിയിൽ പോയി. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളെ കണ്ടുപിടിച്ചെന്നും ബാംഗ്ലൂരിലുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് അവർ ഹോട്ടലിൽ സന്ധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. അവൾ റിപ്പീറ്റ് ചെയ്തത് അയാളുടെ കൂടെ വിവാഹം കഴിച്ച് ജീവിക്കാൻ താല്പര്യമില്ല, അവനും ആ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവർ രണ്ടുപേരും മറ്റു പല കാര്യങ്ങളിലും വളരെ പൊരുത്തമുള്ളതാണ്, അതാണ് പ്രശ്നം. അങ്ങനെ ഭാര്യ അടിക്കടി അയാളെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവൾ എൻ്റെ ഫ്രണ്ട് പോലായി. എന്നോട് കാര്യങ്ങളൊക്കെ ഏകദേശം 4 മാസമായപ്പോഴേക്കും പറയാൻ തുടങ്ങി മാഡം. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി. ഇതിനിടയ്ക്ക് അമ്മ നീ ടൂറ് പോകുന്നില്ലേ, നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെ മനഃപൂർവ്വം ഇറങ്ങിപ്പോകാൻ മാത്രമുള്ള ഒരു പരിശീലനം എനിക്ക് കിട്ടിയിട്ടില്ലെന്ന്. അത് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എനിക്ക് ഒരു നമ്പർ തന്നു. നീ ഇതിലൊന്ന് വിളിച്ചാൽ മതി, എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, നിനക്ക് വേണ്ടത് എല്ലാം അവൾ അറേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേച്ചിയെ വിളിച്ചു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോന് എൻ്റെ വീട്ടിലേക്കൊന്ന് വരാമോ എന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ എക്സ്പ്ലെയിൻ ചെയ്തു. അവളുടെ കസ്റ്റഡിയിൽ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ട്. നഗരത്തിന് നടുക്കാണ് ചേച്ചിയുടെ വീട്. ഒരു 2 നില കെട്ടിടം. ചേച്ചിയുടെ ഭർത്താവും ഒരു കുട്ടിയുമുണ്ട്. അവർ കണ്ണൂരാണെന്ന് പുള്ളിക്കാരി പറയുന്നു. മുകളിൽ 4 പേർ താമസിക്കുന്നുണ്ട്, താഴെ ചേച്ചി മാത്രം. ചേച്ചി അവർക്ക് വേണ്ടി ഫുഡൊക്കെ വയ്ക്കും. താഴെ ഒഴിഞ്ഞു കിടക്കുന്ന 2 ബെഡ്റൂമുണ്ട്. ആ 2 ബെഡ്റൂമുകളുമാണ് ചേച്ചിയുടെ പ്രധാന വരുമാന മാർഗം. വലിയ ആൾക്കാരെയും അതേപോലെ നല്ല പേയ്മെൻറ്റ് കൊടുക്കുന്നവരെയൊക്കെയാണ് ചേച്ചി കണ്ടെത്തുന്നത്. പിന്നെ ചേച്ചി കൊണ്ടുവരുന്ന പെൺകുട്ടികൾ രോഗങ്ങളൊന്നുമില്ലാത്തവരായിരിക്കും. കാര്യം അവരെല്ലാം ഫ്രഷ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഏറ്റവും പുതുതായി രംഗത്തിറങ്ങുന്നവർക്ക് മാത്രമേ ചേച്ചിയുടെ അണിയറയിലേക്ക് പ്രവേശനമുള്ളൂ. കോളേജ് കുമാരികൾ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്കാർ, അല്ലാതെ കല്യാണം കഴിച്ച സ്ത്രീകൾ, ഒത്തിരി പ്രായമായ സ്ത്രീകൾ ഒന്നും ചേച്ചി അക്സെപ്റ്റ് ചെയ്യില്ല. 25-ന് താഴെയുള്ള അവിവാഹിതകളായ അല്ലെങ്കിൽ ആദ്യമായി രംഗത്തിറങ്ങുന്ന ആൾക്കാരെ മാത്രമേ ചേച്ചി അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. എല്ലാം വലിയ കസ്റ്റമേഴ്സാണ്. 50ഉം 30ഉം ഒക്കെ മുടക്കാൻ തയ്യാറുള്ളവർ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രൈസാണല്ലോ. ചേച്ചി എനിക്ക് വേണ്ടി ആദ്യമായി സെലക്ട് ചെയ്ത് തന്നത് കോളേജിൽ സെക്കൻഡറി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതീവ സുന്ദരിയാണ്. അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് മാഡം എനിക്ക് ആ പെൺകുട്ടിയുമായി ഏറെ അടുക്കേണ്ടി വന്നത്. അവളുടെ ധൈര്യവും ഇഷ്ടങ്ങളുമൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അപ്പോൾ പിന്നെ എനിക്ക് ഒന്നും അറിയാത്തതിൻ്റെ കുഴപ്പമൊക്കെ ചേട്ടൻ എല്ലാം മാറ്റുമല്ലോ എന്ന്. അന്ന് ആദ്യമായി അവളുടെ സ്നേഹത്തിൽ ഞാൻ അലിഞ്ഞു. ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടതെല്ലാം അന്നാണ് നേരിൽ നടന്നത്. അവളെ പിന്നീട് ഞാൻ 7-8 വട്ടം സന്ധിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ചേച്ചി പറഞ്ഞു, റിപ്പീറ്റ് പറ്റില്ല, പുതിയ ആളുകൾ. അങ്ങനെ എൻ്റെ കയ്യിൽ വരുന്ന പണം കുമിഞ്ഞു കൂടുന്നത് പോലെ തന്നെ അത് ഈ വഴിക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നു. എങ്കിലും അതൊന്നും എൻ്റെ സമ്പന്നതയെ ബാധിച്ചില്ല. കാര്യം എല്ലാ മാസവും അവളുടെ അച്ഛൻ എനിക്ക് ജോലിക്ക് കിട്ടുന്നതിനേക്കാളൊക്കെ 100 ഇരട്ടിയാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത്. അവളുടെ അക്കൗണ്ടിലേക്കും കൊടുക്കും മാഡം. അമ്മയ്ക്കും അതേപോലെ വാരി കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാനൊരു കോടീശ്വരനാണ്. പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇപ്പോൾ എനിക്ക് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അത്തരം കാര്യങ്ങളിലേക്ക് പണം മുടക്കി പോകണമെന്നുള്ള ആഗ്രഹമായി. അങ്ങനെ ഇപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആളുകളായി മാഡം. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടി എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അവൾ എന്നോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും ഇതിൽ നിന്നൊക്കെ മാറി അവളെ ഞാൻ കല്യാണം കഴിച്ച് താമസിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവൾ എന്നോട് കൊഞ്ചുകയും കുഴയുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മാറാം, എന്നെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കാണെങ്കിൽ ചില സമയത്ത് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധമൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് അവളെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയായിട്ടൊക്കെ താമസിക്കണം തോന്നും. പക്ഷെ പിന്നീടത് വിഡിത്തമാണെന്നും എനിക്ക് തോന്നും. അമ്മയോട് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വഴി പിഴച്ച ഒരു മട്ടിലാണ്. മാഡത്തിന് എൻ്റെ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കഥയിലെ കാതലായ ചോദ്യം. എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
കാര്യം ഒത്തിരി നിയന്ത്രിച്ച് വളർത്തി അവസാനമായി കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു അക്കിടി പറ്റി. അവസാനം അമ്മ തന്നെ പറഞ്ഞു, മോനെ നീ അങ്ങ് പാറിപ്പറക്കാൻ. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആരാണെങ്കിലും പാറിപ്പറക്കും. ഇഷ്ടം പോലെ പണവുമുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു കുടുംബം, കുഞ്ഞ്, കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ പണത്തിന് വേണ്ടി രംഗത്തിറങ്ങി ആ പെൺകുട്ടിക്കും ഇങ്ങനെ കാണുമായിരിക്കാം, അയ്യോ നല്ലൊരാളുടെ കൂടെ ജീവിക്കണം, ഒരു കുടുംബം ഉണ്ടാക്കണം എന്നൊക്കെ. പക്ഷേ നിങ്ങൾ സംശയിക്കുന്നത് അതിന് പുറകെ പോയി കഴിഞ്ഞാൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെടില്ല എന്നാണ്. തീർച്ചയായിട്ടും നഷ്ടപ്പെടും. അപ്പോൾ തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കുന്നു, ഭാര്യയുടെ ഇഷ്ടത്തിന് നടക്കുന്നു. ഭാര്യ ഇടയ്ക്ക് പോയി കാമുകനെ കാണുന്നുണ്ട്. നിങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് എല്ലാ ദിവസവും പോകുന്നുണ്ട്, പണം മുടക്കുന്നുണ്ട്, സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നു. ആർക്കും ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിലാണ് നോക്കുമ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് വേറെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ബന്ധമൊക്കെ നിർത്തുകയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, അമ്മ അടിച്ച് വേലിക്കകത്ത് കയറ്റുകയില്ല. പിന്നെ നിങ്ങളുടെ അമ്മായിച്ചിൻ്റെ കയ്യിൽ നിന്നുള്ള പണത്തിൻ്റെ വരവൊക്കെ അങ്ങ് നിൽക്കുകയും ചെയ്യും. പിന്നീട് ഉള്ള ശമ്പളം കൊണ്ട് നിങ്ങളും ഭാര്യയും കുട്ടിയുമായിട്ട് ജീവിക്കേണ്ടി വരും. ആരും കൂടെ കാണുകയില്ല. ചില സമയത്ത് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആരും കൂടെ കാണില്ല. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ, അതോ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ എല്ലാ തരികടകൾക്കും കൂട്ടുനിന്ന് അമ്മ അനുസരിച്ച് ജീവിച്ച നിങ്ങൾക്ക് ഈ ജീവിതമാണോ ആ ജീവിതമാണോ ബെറ്റർ എന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് നോക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്, നന്നായിട്ടൊരു കുടുംബമായി ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതൊക്കെ കറക്റ്റാണ്. പക്ഷെ നിങ്ങളെപ്പോലെ കുബുദ്ധിയുള്ള അമ്മയുടെ ആ ഒരു വാക്കൊക്കെ കേട്ട് വളർന്ന് ഭാര്യയുടെ കാര്യമാണെങ്കിലും എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇപ്പോൾ ഒരു പെണ്ണ് പ്രേമമാണെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ഡെയിലി മറ്റുള്ള ആളുകളെ തേടി പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള നിങ്ങൾ പെട്ടെന്ന് അടങ്ങി ഒതുങ്ങി നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് ഈ സെറ്റപ്പൊക്കെ ഉപേക്ഷിച്ച് ചെല്ലുമോ എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായ റിസ്കുകൾക്ക് പോകാതെ കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്നതായിരിക്കും നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് നല്ലത്. കേൾക്കുമ്പോൾ അയാൾ നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ പോകുന്നു, മാഡം അതിന് തടസ്സം പറയുന്നെന്ന് പറയും. അങ്ങനെയല്ല, ചില മനുഷ്യർക്ക് ഇതങ്ങോട്ട് യോജിച്ചു പോകില്ല. ഇങ്ങനെ ഒരു ആവശ്യത്തിന് തുടങ്ങി അതും കുളമായി പോയാലോ? അപ്പം നിങ്ങൾ നല്ലവണ്ണം ആലോചിച്ചിട്ട് മാത്രം എടുത്ത് ചാടുക. കംഫർട്ടബിൾ സോണിൽ നിന്ന് വളർന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ സോണുകളായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.